بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. قال الإمام السعدي رحمه الله في جوامع الأخبار: الحديث الرابع والعشرون عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: الصلوات الخمس والجمعة إلى الجمعة ورمضان إلى رمضان مكفرات لما بينهن مجتنبت الكبائر. رواه مسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം. അൽ ജുമുഅതു ഇലൽ ജുമുഅ, ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. റമദാനു ഇലാ റമദാൻ, റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ. മുകഫിറാത്തുൻ ലിമാ ബൈനഹുൻ, അവയ്ക്കിടയിൽ സംഭവിക്കുന്ന പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. മജ്തുനിബത്തിൽ കബായിർ, റിവായത്തിൽ ഇദജ്തനബത്തിൽ കബായിർ, അവൻ വൻപാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ. ഇപ്പൊ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലമായിട്ടുള്ള അവസ്ഥയിലാണ്. അവൻ തിന്മകൾ ചെയ്യും, തെറ്റുകൾ ചെയ്യും, പാപങ്ങൾ ചെയ്യും. ശൈത്താൻ അവനെ അതിജയിക്കും, അല്ലെങ്കിൽ സ്വന്തം നഫ്സ് അവൻ അതിജയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ: യുരീദുല്ലാഹു അയ്യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തിന്മകൾ, പാപങ്ങൾ ചെയ്യുന്നവനാണ് മനുഷ്യൻ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിക്കൊണ്ട് ചില കാര്യങ്ങളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പറയപ്പെട്ട ഇബാദത്തുകൾ അതിന്റെ ശുറൂത്തോടുകൂടി നിർവഹിക്കുക എന്നുള്ളത്. في هذا الحديث يخبر النبي صلى الله عليه وسلم أن الصلوات الخمس المفروضة في اليوم والليلة وصلاة الجمعة كل أسبوع وصوم شهر رمضان وصوم شهر رمضان في كل عام مكفرات لما بينها من صغائر الذنوب بشرط. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നത് 5 നേരത്തെ ഫർളായ നമസ്കാരങ്ങൾ, രാത്രിയും പകലും ഉള്ള 5 നേരത്തെ ഫർളായ നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ സ്വലാത്തുൽ ജുമുഅ, എല്ലാ ആഴ്ചയിലുമുള്ള ജുമുഅ നമസ്കാരം, വസൗമു ശഹ്രി റമദാൻ ഫി കുല്ലി ആം, എല്ലാ വർഷത്തിലുമുള്ള റമദാൻ മാസത്തെ നോമ്പ്. ഇതെന്താണ്? അവക്കിടയിൽ ചെയ്യുന്ന ചെറിയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. ബിശർത്ത്, ഷർത്തോടുകൂടി. ആ ഷർത്ത് എന്താണ്? ഇജ്തിനാബുൽ കബായിർ, തിന്മകൾ, വൻപാപങ്ങൾ വെടിയണം, വൻപാപങ്ങൾ അവൻ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ആ ഷർത്ത്. അമ്മൽ കബായിർ, എന്നാൽ വൻപാപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ കസിന വ ഷുർബിൽ ഖംർ, വ്യഭിചാരം, അതുപോലെ തന്നെ മദ്യപാനം തുടങ്ങിയിട്ടുള്ള വൻപാപങ്ങൾ, അതുപോലെയുള്ള വൻപാപങ്ങൾ അത് തൗബ കൊണ്ടല്ലാതെ അത് മായ്ക്കപ്പെടുന്നതല്ല, അതിന് പ്രായശ്ചിത്തമല്ല. ഇതാണ് ചെറിയ തിന്മകൾ, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള പ്രായശ്ചിത്തമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ ഷർത്ത്. അവൻ വൻപാപങ്ങൾ ഉപേക്ഷിച്ചവനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇബാദത്തുകൾ അതിന്റെ ഷർത്തോടുകൂടി, അതിന്റെ റുക്നുകളോടുകൂടി അവൻ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അമ്മൽ കബായിർ ഫീ തക്ഫീരിഹാ ശഅ്നുൻ ആഖർ അലാ വഹുവ അത്തൗബ. എന്നാൽ വൻപാപങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാര്യം അതെന്താണ്? തൗബ കൊണ്ടല്ലാതെ അത് മായ്ക്കപ്പെടുന്നതല്ല, അതിനുള്ള പ്രായശ്ചിത്തമാകുന്നതല്ല.
കബായിർ എന്ന് പറഞ്ഞാൽ അദ്ദുനൂബ് അൽ അദീമ, വൻപാപങ്ങളാണ്, ഗുരുതരമായിട്ടുള്ള പാപങ്ങൾ. വഹിയ കുല്ലു ദംബിൻ ഉത്ലിഖ അലൈഹി ഫിൽ ഖുർആൻ ഔ ഫി സുന്നത്തി സഹീഹ അബിൽ ഇജ്മാ അന്നഹു കബീറ. എന്താണ് വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒന്നുകിൽ അത് വൻപാപമാണെന്ന് ഖുർആനിൽ മുത്ലഖായി കൊണ്ട്, അല്ലെങ്കിൽ സ്വഹീഹായ സുന്നത്തിൽ ഹദീസിൽ, അല്ലെങ്കിൽ ഇജ്മാഓടുകൂടി അത് വൻപാപമാണ് എന്ന് വന്നിട്ടുള്ളതാണ്. ഔ അന്നഹു ദൻബുൻ അദീമുൻ ഔ ഉഖ്ബിറ ഫീഹി ബിശിദ്ദത്തിൽ ഇഖാബ്, അല്ലെങ്കിൽ അതിന്റെ ശിക്ഷയെ സംബന്ധിച്ച്, അതിന്റെ ശിക്ഷയുടെ കാഠിന്യത്തെ സംബന്ധിച്ച് ഖുർആനിലോ ഹദീസിലോ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. ഔ കാന ഫീഹി ഹദ്, അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ അത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഔ വറദ ഫീഹി ലഅനു ഫാഇലി, അല്ലെങ്കിൽ ആ തിന്മ ചെയ്യുന്നവനെ ലഅന് ചെയ്തുകൊണ്ട്, ശപിച്ചുകൊണ്ട് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുണ്ടാകും. അതിനെയാണ് വൻപാപങ്ങൾ അൽ കബായിർ എന്ന് പറയുന്നത്. മിൻ ഫവായിദി ഹാദൽ ഹദീസ് അദ്ദുനൂബു മിൻഹാ സഗായിർ വ മിൻഹാ കബായിർ. ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്ന് ഫായിദ, തിന്മകൾ എന്നുള്ളത് രണ്ട് തരത്തിലാണ്. ഒന്ന് സഗായിർ, ചെറിയ തിന്മകൾ, മറ്റൊന്ന് കബായിർ, വലിയ പാപങ്ങൾ, വലിയ തിന്മകൾ. തക്ഫീറു സഗായിർ മശ്റൂത്ത് ബിഇസ്തിനാബിൽ കബായിർ, ചെറിയ തിന്മകൾക്കുള്ള പ്രായശ്ചിത്തം അതിന് ഷർത്താക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? അവൻ വൻപാപങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അൽ കബായിർ ഹിയ ദുനൂബു അല്ലതി വറദ ഫീഹാ ഹദ് ഫി ദുനിയ, ഒന്നുകിൽ ദുനിയാവിൽ അതിന്റെ ഹദ്, അതിനുള്ള ശിക്ഷ വന്നിട്ടുണ്ടാകാം, അത് വൻപാപമാണ് എന്നതിനുള്ള തെളിവാണ്. ദുനിയാവിൽ ആ തിന്മ പ്രവർത്തിച്ചവന് ശിക്ഷ ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുണ്ടാകും. ഔ ജാഅ ഫീഹാ വഈദുൻ ഫിൽ ആഖിറ, അല്ലെങ്കിൽ അവൻ ആഖിറത്തിൽ കിട്ടാൻ പോകുന്ന ശിക്ഷയെ സംബന്ധിച്ചുള്ള താക്കീത് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുണ്ടാകാം. അവിൽ അദാബ് ഔൽ ഗദബ് ഔ കാന ഫീഹാ ഔ ലഅനു ലിഫാഇലിഹ, അല്ലെങ്കിൽ ആ തിന്മ ചെയ്യുന്നവനെ അല്ലാഹു അവന്റെ റസൂലോ ശപിച്ചിട്ടുണ്ടാകാം. കസ്സിന വശുർബിൽ ഖംർ, ഏതുപോലെ വ്യഭിചാരവും മദ്യപാനം പോലെ. طيب قال مكفرات لما بينهن. مكفرات أي سبب في مغفرة الذنوب الحاصلة بينها. അതായത് 5 നേരത്തെ നമസ്കാരങ്ങൾ, അത് കഴിഞ്ഞ് അടുത്ത 5 നേരത്തെ നമസ്കാരം, ഒരു ജുമ കഴിഞ്ഞ് അടുത്ത ജുമ, അതുപോലെ റമദാൻ കഴിഞ്ഞ് അടുത്ത വർഷത്തെ റമദാൻ. ഇതിന് ഇടയിൽ ചെയ്യുന്ന പാപങ്ങൾക്ക്, ചെറിയ പാപങ്ങൾക്കുള്ള മഗ്ഫിറത്തിന്റെ സബബാണ് ഈ പറയപ്പെട്ടത്. ഇദാ ഇജ്തനബൽ കബായിർ ഐ ഇദാ ഇജ്തനബ ഫാഇലുഹാൽ കബായിർ, ഈ ചെറിയ തിന്മകൾ ചെയ്യുന്നവൻ വൻപാപങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് അതിന്റെ ഷർത്ത്. അതേപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മറ്റൊരു ഫായിദ, അഫ്ദലിയത്തുസ് സ്വലവാത്തിൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠത. അതേപോലെ തന്നെ അൽ ജുമുഅ വസൗമു റമദാൻ, ഇതിന്റെയൊക്കെ ശ്രേഷ്ഠത നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കാരണം അതെന്താണ്? ഫഹിയമിൻ അസ്ബാബി മഗ്ഫിറത്തി ദുനൂബ്, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള സബബുകളിൽപ്പെട്ടതാണ് ഈ പറയുന്ന ഇബാദത്തുകൾ. وفي هذا دليل على فضل الأعمال الصالحة وأنها من مكفرات الذنوب، وجاءت أحاديث كثيرة تبين ذلك. أعمال الصالحة صالحة അമലുകൾ പ്രവർത്തിക്കുക, അതിന്റെ ഫضل ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. كذلك في الحديث دلالة على جواز قول رمضان بدون لفظ شهر. റമദാൻ എന്നുള്ളത് ഷഹർ എന്ന് ആ ലഫ്ദ് ഇല്ലാതെ തന്നെ അത് പറയൽ ജായിസാണ്. കാരണം ഇങ്ങനെ ഒരു ഹദീസ് പറയപ്പെട്ടിട്ടുണ്ട്, ലാ തഖൂലു റമദാൻ ഫഇന്ന റമദാൻ ഇസ്മുൻ മിൻ അസ്മാഇല്ലാ.
നിങ്ങൾ റമദാൻ എന്ന് പറയരുത്. കാരണം റമദാൻ എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ടതാണ്, അസ്മാകളിൽപ്പെട്ടതാണ്. വലാകിൻ ഖൂലു ഷഹ്റ റമദാൻ, പക്ഷെ നിങ്ങൾ പറയേണ്ടത് ഷഹ്റ റമദാൻ എന്നാണ്. ഈ പറയുന്ന ഹദീസ്, ആ ഹദീസ് ദഈഫാണ്. ഇപ്പോൾ വെറുതെ റമദാൻ എന്ന് പറയല് ജായിസാണ്. റമദാൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മിൽപ്പെട്ടതല്ല, അള്ളാഹുവിൻ്റെ ഇസ്മല്ല, അസ്മായിൽപ്പെട്ടതല്ല. ഇദാ ഇജ്തനബൽ കബായിർ ഔ മജ്തുനിബത്തിൽ കബായിർ. വേറെ ലഫ്സ് ഇദാ ഇജ്തനബൽ കബായിർ. ഇദാ എന്നതിന്റെ മഅന എന്താണ് എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതായത് ഇദാ എന്നുള്ളത് ഷർത്തിയ്യ, ഈ പറയുന്ന തിന്മകൾ മായ്ക്കപ്പെടാൻ ഉള്ള ഷർത്താണ് ഇദാ എന്നുള്ളത്. ഇദാ ഷർത്തിയായിക്കൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഒരു അഭിപ്രായം. فكأن عدم إتيان الكبائر شرط في تكفير الصغائر. قال الله تعالى إن تجتنبوا كبائر ما تنهون عنه إن تجتنبوا كبائر ما تنهون عنه. നിങ്ങളോട് വിരോധിക്കപ്പെടുന്ന വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നുകഫിർ അൻകും സയ്യിആതികും, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ നിങ്ങളെ തൊട്ട് അല്ലാഹു തആല നിങ്ങൾക്ക് മായ്ച്ചു കൊടുത്തിരുന്നതാണ്. ഈ ഒരു അർത്ഥത്തിൽ അതെന്താണ്, ഷർത്തിയായിക്കൊണ്ടാണ് ഇദാ എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ വൻപാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ പാപങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. മറ്റൊന്ന് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ, അതായത് വൻപാപങ്ങൾ ഒഴിച്ച് ഉള്ള ചെറിയ തിന്മകൾ അല്ലാഹു തആല പുറത്തു നൽകും. ബിമഅനൽ ഇസ്തിസ്ന, ഇസ്തിസ്നാന്റെ അർത്ഥത്തിലാണ് ഇദാ എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ അഭിപ്രായം, ഇല്ല എന്നുള്ള അർത്ഥം. അതാണ് ഇമാം അൻ-നവവി റഹിമഹുല്ലാ തർജീഹ് ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിന്റെ അഭിപ്രായമായി കൂടി തർജീഹ് ചെയ്തിട്ടുള്ളത്. قال وفي الحديث بيان لسعة رحمة الله تعالى وتفضله بالمغفرة وإعطاء الأجر العظيم على العمل القليل. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ വിശാലമായ റഹ്മത്തിന്റെ ഒരു ബയാനാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ അമലുകൾക്ക് വലിയ പ്രതിഫലം നൽകുന്നു. അതുമൂലം അല്ലാഹു തആല നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയുന്നു. അതേപോലെ തന്നെ ബയാനു ഫദ്ലിസ് സ്വലാ വസ്സിയാം ഫി തക്ഫീരി ദുനൂബ്, നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഫദ്ല് ഈ ഹദീസിലൂടെ വ്യക്തമാണ്. അത് തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമായിക്കൊണ്ട്. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.